നമ്മുടെ ഉള്ളിൽ ഹാപ്പി ആവണമെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ രാവിലെ നമ്മൾ കഴിക്കണം. ഏറ്റവും പ്രധാനം കഴിക്കുക എന്ന് ഞാൻ പറഞ്ഞ വാഗുകൊണ്ട് മാത്രമല്ല, നമ്മൾ ചെവി കൊണ്ട് കഴിക്കണം, കണ്ണുകൊണ്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എല്ലാം അകത്തേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും ഫിൽറ്റർ ഉണ്ടാവണം. പഞ്ചേന്ദ്രിയങ്ങളുടെ അകത്തേക്ക് പോകുന്ന സാധനം ഒരു കാരണവശാലും റോങ് ആയൊരു സാധനം കയറുകയല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കേട്ടോ, ജീവിതത്തിൽ ഹാപ്പിയായിട്ട് ജീവിക്കണത് കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ സാധാരണ നോർമൽ ആൾക്കാരായിട്ട് ഈ ദാരിദ്ര്യവും പട്ടിണിയും പ്രശ്നങ്ങളും അവൻ്റെ കുറ്റവും ഇവൻ്റെ കുറ്റവും രാഷ്ട്രീയവും അതും ഇതൊക്കെ പറഞ്ഞ് ജീവിക്കാനൊന്നും ആവശ്യമില്ല. ഇത് നമ്മൾ ആൾക്കൂട്ടത്തിൽ നമ്മൾ തോട്ടിൽ കൂടെ പായൽ കിടന്ന് ഒഴുകുന്നില്ല, ഒഴുകി പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹാപ്പിയായിട്ട് ഒരു ബെസ്റ്റ് ക്വാളിറ്റി ലൈഫ് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തേക്ക് വിടുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ നിയന്ത്രണം നമ്മുടെ തന്നെ ആയിരിക്കണം. പൂർണ്ണമായ നിയന്ത്രണം നമ്മൾ എന്ത് കേൾക്കണം, എന്ത് സംസാരിക്കണം, നമ്മൾ എന്ത് ചിന്തിക്കണം എന്നുള്ളത് നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യം പൂർണ്ണമായിട്ട് അതിൻ്റെ കൺട്രോൾ നമുക്കുണ്ടാവണം. അല്ല എങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പിയായിട്ട് എന്ത് സാധനമാണ് അകത്തേക്ക് പോകേണ്ടത് നമ്മൾ തീരുമാനിക്കാനുള്ള ഫ്രീഡം നമുക്കാണ്. നമ്മൾ ചുമ്മാ അഴിച്ചു വിട്ടാൽ ഇവനെ കയറി വിട്ടാൽ ഇവൻ കണ്ണി കണ്ടതെല്ലാം വരും. നമ്മൾ കുട്ടിക്കുരങ്ങനെ ഒരു കൊച്ചു കുരങ്ങനെ കൊണ്ട് നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വരുന്നിടത്ത് കൊണ്ടിരുത്തിയാൽ അവനത് വരും. അവനെ സ്വർണ്ണക്കട കൊണ്ടിരുത്തിയാൽ അവനതും വരും. സ്വർണ്ണക്കടയിൽ അവനെ കൊണ്ട് ഇരുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവൻ വാരിക്കൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ മൈൻഡ് വാരിക്കൊണ്ടേയിരിക്കും. അവന് കൊടുക്കുന്ന റോ മെറ്റീരിയൽ അവന് മുമ്പിൽ അവൈലബിൾ ആയിട്ട് സാധനം വരും. അങ്ങനെയാണ് പിന്നെ നല്ല സാധനം കൊണ്ട് മുമ്പിൽ വെച്ചാൽ പോരെ, സിമ്പിളല്ലേ. അപ്പം നല്ല സാധനങ്ങൾ കൊണ്ട് മുമ്പിൽ വെക്കുക. നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ പുറത്തുള്ള ലോകം കാണുന്ന മുഴുവൻ നമ്മുടെ ഉള്ളിലെ അതിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ്. ഉള്ളിൽ ഹാപ്പി ആക്കിയാൽ മാത്രമേ പുറത്ത് ഹാപ്പിനെസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. മറ്റുള്ള ആൾക്കാരെ നമ്മളുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ള ആൾക്കാരെ മാറ്റാൻ പറ്റും, ഉറപ്പായിട്ടും മാറ്റാൻ പറ്റും. നമ്മുടെ മൂഡിനനുസരിച്ച് ഏറ്റവും സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ റോഡിൽ കാണുന്ന പ്രാക്ടീസുകൾ നോക്കുക. റോഡിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു. ചുമ്മാ ഒന്ന് സ്മൈൽ ചെയ്യാൻ തുടങ്ങി നോക്കി. അവർ ചുമ്മാതെ പ്രശ്നമൊന്നും ഉണ്ടാകും, ചുമ്മാ സ്റ്റോപ്പിൽ നിൽക്കുന്നു, ചുമ്മാ അപ്പുറം ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ നിൽക്കും. ഇവിടെ ആരും ചെയ്യാറില്ല. പക്ഷേ അവസാനം ഫോറിനേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചു, പല ആൾക്കാരും അവരാരെ കണ്ടാലും രാവിലെ ബീച്ചുകളിലൊക്കെ നിങ്ങൾ വേണേൽ ശ്രദ്ധിച്ചു. രാവിലെ ഫോറിനേഴ്സ് വരുന്നതൊക്കെ പോകും, ഓപ്പോസിറ്റ് വരുന്നവരെ വിഷ് ചെയ്ത് അവരുടെ അമ്മായിച്ചൻ്റെ അളിയനൊന്നും അല്ല. പക്ഷെ അവരെപ്പോഴും ആരും ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ചുമ്മാ സ്മൈലിങ് ഒന്ന് വിഷ് ചെയ്തിട്ട് ഹായ് ഗുഡ് മോർണിംഗ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മളേതാണ്ട് വൈരാഗ്യത്തോടെ ഇവൻ്റെ അപ്പൂപ്പൻ നമ്മുടെ വീട് തകർത്ത പുറത്തുനിന്ന് വന്ന ഏതെങ്കിലും ഫോറിനർ ഇവൻ്റെ അപ്പൂപ്പൻ നമ്മുടെ ഏതാണ്ട് വീട് തകർത്താന്നുള്ള രീതിയിൽ വൈരാഗ്യത്തോടെയാണ് നമ്മളെല്ലാ ആൾക്കാരെ നോക്കുന്നത്. നമ്മൾ കാണുന്നത് തന്നെ ഇങ്ങനെ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാം നിങ്ങളെല്ലാവരും വീട്ടിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ നോക്കുക. ഒരു 5 വയസ്സ് പ്രായത്തിലൊക്കെ നമ്മുടെ എല്ലാം ഇങ്ങനെ ചിരിക്കുന്ന ഫേസുകളുള്ള ഫോട്ടോയാണ്. ഒരു 5 വയസ്സ് കഴിഞ്ഞിട്ട് പയ്യെ ചിരിക്കുന്ന മുഖമായിട്ട് മുഖം ഗൗരവമായി തുടങ്ങും. നമ്മൾ മച്യൂരിറ്റി എന്നും ഒക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മച്യൂരിറ്റി അല്ല. നമ്മുടെ ഉള്ളിലേക്ക് അനാവശ്യമായിട്ട് നമ്മൾ കയറ്റിയ നെഗറ്റിവിറ്റി എന്നൊക്കെ നമ്മൾ അറിയാതെ സീരിയസ് ആയിട്ട് പറുവാണ്. കൊച്ചാകുമ്പോഴത്തേനും എല്ലാത്തിനെയും കൗതുകത്തോടെ കാണുക. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൗതുകം ഉണ്ടാണ്. ഒരു കൊച്ചു നോക്കുന്ന പോലെ ഓരോ കാര്യങ്ങളെ കാണാൻ, പുതിയ കാര്യങ്ങൾ. ഞാനൊരിക്കൽ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീടിൻ്റെ പേര് വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് അങ്ങനെ പേരിടാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ലോകം തന്നെ വിസ്മയമല്ലേ, ഞാൻ കാണുന്നതിന് എല്ലാം വിസ്മയമല്ലേ, എല്ലാം അത്ഭുതങ്ങളല്ലേ, എൻ്റെ മുമ്പിൽ ഇരിക്കുക നിങ്ങൾ പോലും ഒരു അത്ഭുതമല്ലേ, ഞാൻ അത്ഭുതത്തോടെ കാണും. ഓരോ ജീവിയെ നോക്കൂ, പ്രകൃതിയിലേക്ക് നോക്കൂ, ഓരോ ജീവിയെ നോക്കൂ, അതിൻ്റെ ഡിസൈൻ ആരാ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഒരു പക്ഷി അതിൻ്റെ സൗന്ദര്യം നോക്കൂ, ആരാ ഇത് ഡിസൈൻ ചെയ്തത്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അത്ഭുതങ്ങളാണ്. അപ്പം അങ്ങനെ നമ്മളൊന്ന് കണ്ടു നോക്കുക. എന്ത് ഹാപ്പിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഓരോരുത്തരും അത്ഭുതങ്ങളാണ്, ഓരോ മനുഷ്യരും അത്ഭുതങ്ങളാണ്. അവരെ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ ജീവിതത്തിൻ്റെ അപ്പം മാത്രമല്ല, നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിച്ച് ഈ സർവൈവൽ ആഹാരം കഴിക്കുക, ഉറങ്ങുക, ജീവിക്കാനും വേണ്ടി മാത്രമാണ് നല്ല ശതമാനം ആൾക്കാരും ജീവിതകാലം മുഴുവൻ സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിക്കുന്നത്. ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, ഒരു മിനിറ്റ് പോലും